അസ്സലാമലൈക്കും എവരിവൺ. അപ്പോൾ നമ്മുടെ ഭീമയുടെ മാരേജും റിസപ്ഷനും ഒക്കെ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അതായിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. ഇപ്പോൾ നമ്മൾ റിസപ്ഷൻ ഡ്രസ്സാണ് ഭീമയുടെ. ഒരു ലൈറ്റ് ലാവൻഡർ കളറായിരുന്നു റിസപ്ഷനിൽ ഭീമ ഇട്ടിരുന്നത്. നല്ലൊരു ഔട്ട്ഫിറ്റായിരുന്നു. ഒരു ഗൗൺ പോലെ വന്നിട്ട് അതിനകത്തൊരു കോട്ടായിരുന്നു. ഗൗണാണ്, അതിനകത്തൊരു കോട്ടും കൂടെ സ്റ്റോണൊക്കെ വെച്ചുള്ള ഒരു കോട്ട്. നല്ലൊരു ഔട്ട്ഫിറ്റായിരുന്നു. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഇല്ലേ. അന്നേരം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ മാരേജ് ഫങ്ഷൻസൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം ചെയ്ത് എടുക്കാനും പറ്റില്ല. അങ്ങനെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഉള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. മാരേജ് ഫങ്ഷൻ ഹൽദി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, തിളങ്ങി നിന്നത് ഇവരായിരുന്നു ഫുൾ ഓൺ വൈബിൽ. ഫങ്ഷൻ തീരുന്നവരെയും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ കറണ്ട് പോയപ്പോൾ വിമാനം നോക്കിയത് കേട്ടോ. ലൈറ്റിൻ്റെ വെട്ടത്തിൽ വിമാനം തിളങ്ങുന്നു, ഡയമണ്ട് കണക്ക് തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. റിസപ്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബിസി ആയിരുന്നു, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരുടെ കൂടെയുള്ള ഓട്ടം ഒക്കെ. നമുക്കിനി മാരേജ് ഫങ്ഷൻ കാണാം. ഇതിപ്പോൾ മാരേജിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. അഫ്നാനും അനാനും അല്ലോ അവിടെ ഓടിക്കളിക്കുകയാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ. പുതിയൊന്നതോ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഹാഫ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീമ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് റൂമിൽ കയറിയിരുന്നു. എങ്ങനെയുണ്ട് ഭീമയുടെ ഔട്ട്ഫിറ്റും ലുക്കും ഒക്കെ? പൊളിയല്ലേ ഗൈസ്? ബ്രൈഡ് ഗ്രൂം എൻട്രി ഒക്കെ എടുക്കണം, വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഭീമയുടെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഭീമ ഫുഡൊക്കെ കഴിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. അതിനുശേഷം നമ്മൾ ചെന്ന് വീട്ടിൽ ചെന്ന് ചെക്കനെയും പെണ്ണിനെയും തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ചെക്കനും പെണ്ണും. അതൊരു ചടങ്ങാണ്. അങ്ങനെ ഭീമ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അതിൻ്റെ പിറകെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ചെക്കനെയും പെണ്ണിനെയും കൂട്ടാനായിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ച്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഉള്ള ഫ്ലക്സൊക്കെ ഉണ്ടായിരുന്നു. ഭീമ അവിടെ ചെന്നപ്പോൾ നല്ലൊരു സാരി ആയിരുന്നു എടുത്തിരുന്നത്. ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു സാരി ആയിരുന്നു എടുത്തിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെക്കനും പെണ്ണും മാച്ചിങ് കളറുള്ള ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കാണാൻ കയറി. അപ്പോൾ നോക്കുമ്പോൾ വീടിൻ്റെ ബാക്കിലൊരു ആറുണ്ട് ഗൈസ്. കൊള്ളാമല്ലേ? നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ചെക്കനും പെണ്ണിനും ഉള്ള റിസപ്ഷൻ അന്നായതുകൊണ്ട് അവിടുത്തെ ചെക്കനും പെണ്ണും രാത്രിയായിരുന്നു വീട്ടിൽ വന്നത്. അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ഫങ്ഷൻ അന്നത്തേത് കഴിഞ്ഞു. പിന്നെ വിദായി ആയിരുന്നു.
പിറ്റേന്നത്തെ ബിരിയാണി പെണ്ണുവിളിക്കുള്ളതാണ് ഈ കാണുന്നത്. നിങ്ങളുടെ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നല്ല ഭംഗിയുണ്ടല്ലേ? സ്കൈ ബ്ലൂ കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫങ്ഷൻസിലെല്ലാം ഏറ്റവും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ വീഡിയോസിലൊന്നും ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് നമ്മുടെ പെണ്ണുവില്ലിയിൽ നമ്മുടെ വീട്ടിലുള്ള വീഡിയോ ആണ്. അതാണ്ട് അഫ്നാനും ഉമ്മി വാരി കുടിക്കുകയാണ്. ഉമ്മയെ കണ്ടാൽ എനിക്ക് ക്ഷീണം ഉള്ളതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ക്ഷീണമാണ്. വാരിത്തരണം. അങ്ങനെ ഞങ്ങൾ കഴിക്കായിരുന്നു. ഞാനും ഷൈനായും, അതായത് എൻ്റെ കസിൻ സിസ്റ്റർ തന്നെ, ഞാനും ഷൈനായും കൂടെ ഒരുമിച്ച് കഴിക്കായിരുന്നത്. അപ്പോൾ കഴിക്കുന്ന വീഡിയോകൾ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ചോറും നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കനും പെണ്ണെന്ന് കഴിച്ച് കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. അങ്ങനെ വന്നവരൊക്കെ പോയി. പിന്നെ നമ്മൾ അടുത്ത കുറച്ച് പേരെ ഉള്ളായിരുന്നു. അങ്ങനെ കഴിച്ച ശേഷം ദാണ്ടേ അവർ ക്ഷീണമൊക്കെ മാറ്റാൻ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ഫങ്ഷൻസൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരാത്തവർക്കും അല്ലാതെയൊക്കെ ഫുഡ് ഒക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ അവർ അടുക്കളയിലെല്ലാം സെറ്റൊക്കെയാണ്. ബിരിയാണി പങ്കുവെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ കൊലയും കൂടെ ഒന്ന് ഫിനിഷാക്കാൻ.